ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ എന്താ കാണാൻ പോണറിയോ? കണ്ടോ? നമ്മൾ ഇന്നലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു പഴംപൊരി ഉണ്ടാക്കാതിട്ടോ. ആ പഴംപൊരി ഉണ്ടാക്കാം. ജസ്റ്റ് യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. പഴംപൊരി നമ്മള് മൈദ കൊണ്ട് ഉണ്ടാക്കല്, പക്ഷെ കുറച്ചൊക്കെ ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് നമ്മളിപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കട്ടെ, ഏതാ നല്ല നോക്കിക്കണ്ട് ഉണ്ടാക്കാം. ഓക്കെ, നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള ടോഷ്. യൂട്യൂബൊക്കെ നോക്കി, പക്ഷെ ഒന്നും കൂടി ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇതിന്റെ ഐഡിയ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണേ. ആദ്യം കട്ട് ചെയ്യാം. അപ്പൊ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഇട്ടെടുക്കാം. ആകെ 2 പഴം ഉള്ളൂ കേട്ടോ, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കരുതി. 4 കടിയുള്ളൂ. അപ്പൊ നമ്മൾ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ, കുറച്ച് ക്രിസ്പിനെസ് വേണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പൊട്ടിക്കല്ലേ സോയി, നേർക്ക് പിടിക്കട്ടോ. ഓക്കെ, സെറ്റ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കട്ടോ. പഞ്ചസാര പഞ്ചസാര ചേർത്തിട്ടുണ്ടോ? നമുക്ക് ഉപ്പ് ചേർത്താലോ? ഇതിലേക്കില്ലേ കരിഞ്ജീരകം ഇടും കേട്ടോ, പക്ഷെ കരിഞ്ജീരകം ഇവിടെ ഇല്ല, അതുകൊണ്ട് നമ്മൾ കരിഞ്ജീരകം ഇട്ടുന്നില്ല. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. ഇതില് അപ്പക്കാരടോ സോഡാപ്പൊടി ഇടോന്നും അറിയില്ല മനെ ചേച്ചി. ഇമ്മ, ഇതില് അപ്പക്കാരടോ? അപ്പക്കാരടോ? ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തെങ്ങാണ്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം കേട്ടോ. ഇതാണ് എൻ്റെ ഈ വീട്ടിലെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പൂൺ. എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് കുക്ക് ചെയ്യാൻ. എല്ലാം മിസ്സായി വരുന്നുണ്ട്, എല്ലാം മിസ്സാക്കണ്ട് നമ്മൾ. നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കിട്ടുക. ഇതിനുള്ള പഴം അരിയണം. ഈ ഒരു 2 പഴം വെച്ചിട്ടാണ് ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, ഒന്ന് കട്ട് ചെയ്യാം. ഞങ്ങളെ വീട്ടിലെ പുതിയ കത്തി ഞാനാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകണം കേട്ടോ ഗൈസ്. കേട്ടോ, പുതിയ കത്തി കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യാം നമ്മളിങ്ങനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യാം. ഇത് കണ്ട് പഠിച്ചോ കേട്ടോ. അപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കരുതാം എത്ര നീളം വേണ്ടാന്ന്, കാരണം നീളം ഉണ്ടാകുമ്പം വലിയ രസം ഉണ്ടാവില്ല തോന്നും. അപ്പം ഞാൻ ജസ്റ്റ് നടു കട്ട് ചെയ്യാൻ കേട്ടോ. നടു കട്ട് ചെയ്തിട്ട് ചെയ്യാമായിരുന്നു. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, വരൂ. പണ്ട് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഗൈസ് നിങ്ങൾ കേൾക്കണം, ഇവിടുത്തെ പാത്രവും അതുപോലെ തന്നെ ചട്ടിയും കണ്ട് കുറേ ആൾക്കാരിനെ കളിയാക്കിട്ടോ. ആദ്യമായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ കൂടുതൽ നമ്മൾ എന്താ പറയുക ഡീമോട്ടിവേറ്റ് ചെയ്യണ ആരൊക്കെ കാരണം നമ്മളെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ കാരണം. അപ്പം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ കുറേ കളിയാക്കിലിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറേ അങ്ങനെ മൂവ് ചെയ്ത് പിന്നെ ഞാൻ ഓരോ ഇതിൽ ഞാൻ വിട്ടിട്ടു. ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ആക്കിക്കാണ്.
അപ്പോൾ ഏതായാലും ഓര് കാണാൻ വേണ്ടിയാണ് നമ്മൾ പുതിയ ചട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കളിയൊക്കെ വരരുതേ ആരും ഇങ്ങനെ തോന്നുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിടുക. നല്ല ഓയിൽ വേണ്ടിയിരുന്നു. ഇതിനൊക്കെ നല്ല എണ്ണ പിടിക്കും. അൺഹെൽത്തി ആണ്, എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൂതിയൊക്കെ വന്നാൽ തിന്നാം. ലസൂയി മമ്മ ഡയറ്റിങ്ങിലാണല്ലേ ലസൂയി? ഞാനൊരു യൂട്യൂബിൽ വീഡിയോ ഇടാനായിട്ട് എടുത്ത് ആണ് കേട്ടത്. എണ്ണ ചൂടായി വരുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്കിതിലേക്ക് ഓരോ പഴമിട്ട് ഇങ്ങനെ കൊടുക്കാം. ഒന്ന് ട്രയൽ നോക്കിയിട്ടോ, ഒന്ന് സെറ്റായിട്ടുണ്ട്. ഞാൻ അടുത്തത് വരിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയതാണ്, എങ്ങനെ ആവും എന്തോ ആവുമെന്ന് അറിയില്ലല്ലോ. അപ്പം നമുക്ക് നോക്കാം ബാക്കിയുള്ള. നല്ല ഗ്യാസിൻ്റെ മണമുണ്ട്. നെക്സ്റ്റ് പിടിക്കാം. ഇത് മറിച്ചിടാട്ടോ. ജസ്റ്റ് ആ ഭാഗം ആയിക്കണ് തോന്നുന്നു. ബ്രൗൺ കളർ ആയിക്കണോ? ആയിട്ടുണ്ട്. യെസ്, സെറ്റ് സെറ്റ്. ലാസ്റ്റത്തതും ആയിട്ടുണ്ട് കേട്ടോ. പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള ചായയും കൂടി ഉണ്ടാക്കാം. ഓൾറെഡി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ചായപ്പൊടി ഇട്ടു കേട്ടോ. തിളച്ച് വരുന്നുണ്ട്. നമ്മൾ പണ്ട് ഇത് ഇപ്പക്ക് ഉമ്മമ്മക്ക് ചായ ഉണ്ടാക്കണ്ടേ. ഇത് നമ്മൾ പണ്ട് എന്താ പറയുക, ഈ മൂന്നാറിൽ പോയ സമയത്ത് വാങ്ങിയ ചായപ്പൊടി ഉണ്ടോ, നല്ല ഒറിജിനൽ ചായപ്പൊടിയാണ് കേട്ടോ. അത് നല്ല മണമുണ്ട്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അത് ഇട്ടെടുക്കാം. നല്ല ചായപ്പൊടിയാണെങ്കിൽ അവിടെ ഉണ്ട്. നല്ല ചായപ്പൊടി ആണെങ്കിൽ ഭയങ്കര കളറൊന്നും ഉണ്ടാവില്ല പറഞ്ഞേക്കാം. ഇത് അതേപോലെ തന്നെ കേട്ടോ. ഇത്ര കളറൊന്നുമില്ല. എത്ര പൊടി ഇട്ടാലും നല്ല ലൈറ്റ് ചായ ആയിരിക്കും. അപ്പം നമുക്ക് ഈ ചായയും പഴംപൊരിയും കൊടുത്ത് അമ്മായിമനെയും അമ്മൂശാക്കാനെയും ഇമ്പ്രസ് ചെയ്യിപ്പിച്ചിട്ട് വരാം കേട്ടോ. അല്ലേ ബാ. ഫൈനലി നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകട്ടെ. പഴംപൊരി ടേസ്റ്റ് ചെയ്ത് നോക്ക്. ചൂടാണ്. ചൂടില്ലാത്ത നോക്കി തരാം ചോദിക്കട്ടോ. ടേസ്റ്റ് ഉണ്ടോ? ഞാൻ നോക്കട്ടെ. നല്ല കറമുറാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ പഴംപൊരി ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പഴംപൊരി ആട്ടത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അല്ലേ, ബെല്ലൈക്കൻ അമർത്തണം. അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അല്ലേ? ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. ബൈ.